ഹായ്, നമസ്കാരം. അങ്ങനെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം ഇനിയും മുമ്പോട്ട് പോകും. ഫ്ലെക്സുകളൊക്കെ മാറിയെങ്കിലും മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പല രൂപത്തിലും ഭാവത്തിലും തിരിച്ചു വരും. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ അഭിപ്രായപ്പെടുന്നില്ല. തമിഴ്നാട്ടിൽ ജനവിധി ലഭിച്ച വിജയുടെ ടിവിക്ക് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ബിജെപിയും ഗവർണറും കൂടി കളിച്ച കള്ളക്കളിക്ക് അവസാനമായിരിക്കുന്നു. 118 MLA-മാരുടെ പിന്തുണയായിരുന്നു വിജയിന് വേണ്ടിയിരുന്നത്. അത് 121 ഭവിച്ചിരിക്കുന്നു. ഇന്നലെ ഇടതുപക്ഷം പിന്തുണച്ചപ്പോൾ 4 MLA-മാരുടെ പിന്തുണ കൂടി വിജയിക്ക് കിട്ടിയിരുന്നു. ഇന്ന് BCKയും മുസ്ലിം ലീഗും 4 പേര് കൂടി വിജയിയെ പിന്തുണച്ചു. അങ്ങനെ 118 സ്ഥാനത്ത് 121 MLA-മാരുടെ പിന്തുണ ഇപ്പോൾ വിജയിക്ക് ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ വിജയ് മണിക്കൂറുകൾക്കുള്ളിൽ നാളെ തന്നെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അറിയുന്നത്. ബിജെപിയുടെ ലക്ഷ്യമെന്തായിരുന്നു? തങ്ങളുടെ പോക്കറ്റ് സംഘടനയായ അണ്ണാ DMK മുമ്പോട്ട് വെച്ചുകൊണ്ട് വിജയിയുടെ മന്ത്രിസഭ വരുന്നത് തടയുക എന്നുള്ളതായിരുന്നു ബിജെപിയുടെ ലക്ഷ്യം. അതിൽ അവർ സമർത്ഥമായി DMK കൂടി കരുവാക്കാൻ വേണ്ടി ശ്രമിച്ചു. DMK ആദ്യമൊക്കെ കുതറിമാറാൻ ശ്രമിച്ചു. DMKയിൽ തന്നെ പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷം വളരെ കൃത്യമായൊരു നിലപാട് അക്കാര്യത്തിൽ കൈക്കൊണ്ടു. ഒന്ന്, ജനവിധി വിജയിക്ക് അനുകൂലമാണ്. അത് അട്ടിമറിക്കാൻ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒത്തുചേരൽ ഉണ്ടായാൽ ആ ഒരു ഒത്തുചേരലിലെ ആ ഒരു മുന്നണിയെ ജനങ്ങൾ അംഗീകരിക്കില്ല. അത് അധാർമികമായിരിക്കും. 2, BJPക്ക് കയറി കളിക്കാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ കളം തമിഴ്നാട്ടിൽ ഒരുങ്ങാൻ പാടില്ല. ഈ 2 കാര്യങ്ങളെ മുൻനിർത്തിയാണ് ഇടതുപക്ഷം നിരുപാധികമായ പിന്തുണ വിജയിക്ക് നൽകാൻ തീരുമാനിച്ചത്. അതല്ലാതെ എന്തെങ്കിലും അധികാര സ്ഥാനങ്ങളോ മന്ത്രിസ്ഥാനങ്ങളോ വിലപേശി മേടിച്ചുകൊണ്ടല്ല. കോൺഗ്രസ് തങ്ങളുടെ 5 MLA-മാർക്ക് പ്രത്യുപകാരമായി 2 മന്ത്രിസ്ഥാനം വേണമെന്ന് പറഞ്ഞ് വിലപേശി. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് വിലപേശി ഒരു രാജ്യസഭാ സീറ്റ് DMKയിൽ നിന്ന് വാങ്ങിയത്. 3 നിയമസഭാ സീറ്റുകൾ അധികം വാങ്ങി. അതിനുശേഷം മുന്നണി വിടുമ്പോൾ സാധാരണ മര്യാദയുടെ അടിസ്ഥാനത്തിൽ DMKയുമായിട്ടുള്ള ഒരു സംഭാഷണം പോലും നടത്തിയില്ല എന്നുള്ള കാര്യം DMKയെ തന്നെ പറയുന്ന കാര്യമാണ്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. യഥാർത്ഥത്തിൽ BJPയുടെ ലക്ഷ്യമെന്തായിരുന്നു? തങ്ങളുടെ പോക്കറ്റ് സംഘടനയായ അണ്ണാ DMK ADMK മുന്നിൽ വെച്ചുകൊണ്ട് അവിടെ ജനവിധിയെ അട്ടിമറിക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി പല കളികളും കളിച്ചു. ഇപ്പോൾ ഗവർണർ പറഞ്ഞൊരു കാര്യമുണ്ട്. സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ആയിരിക്കാം വിജയുടെ ടിവിക്ക്, പക്ഷേ എന്റെ മുമ്പിൽ ഭൂരിപക്ഷം തെളിയിച്ചിരിക്കണം. എല്ലാ കാലഘട്ടങ്ങളിലും ഏറെക്കുറെ ഭൂരിപക്ഷത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയെ ക്ഷണിക്കുക എന്നുള്ളതാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന കീഴ്വഴക്കം. ഇനി ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. 2018 അന്ന് കർണാടക ഗവർണറായിരുന്ന വാജുബാല യെദ്യൂരപ്പയെ, BJP നേതാവ് യെദ്യൂരപ്പയെ മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിച്ചപ്പോൾ യെദ്യൂരപ്പയ്ക്ക് ഭൂരിപക്ഷത്തിന് 10 അംഗങ്ങളുടെ കുറവ് ഉണ്ടായിരുന്നു. അതിന് തൊട്ടു മുമ്പ് യഥാർത്ഥത്തിൽ 2014 ഫട്നാവിസിനെ, മഹാരാഷ്ട്രയിൽ BJPയുടെ ഫട്നാവിസിനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി അന്ന് അവിടുത്തെ ഗവർണർ വിദ്യാസാഗർ ക്ഷണിച്ചപ്പോൾ BJPക്ക് അല്ലെങ്കിൽ ഫട്നാവിസിന് 22 MLA-മാരുടെ കുറവുണ്ടായിരുന്നു. എന്തിനേറെ 1996 അടൽ ബിഹാരി വാജ്പേയിയെ പ്രധാനമന്ത്രിയാകാൻ ക്ഷണിച്ചപ്പോൾ അന്ന് വാജ്പേയിക്ക് 161 MLA-മാരുടെ കുറവുണ്ടായിരുന്നു. രാജ്യം ഭരിച്ച നരസിംഹറാവു 1991 നരസിംഹറാവു പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നത് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്ക്. ആ നരസിംഹറാവുവിന് തന്റെ 5 വർഷത്തെ ഭരണകാലയളവിൽ യഥാർത്ഥത്തിൽ 25 MP-മാരുടെ കുറവുണ്ടായിരുന്നു ഭൂരിപക്ഷത്തിൽ നിന്ന് ഭൂരിപക്ഷം എത്താൻ വേണ്ടി. അപ്പൊ ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ കീഴ്വഴക്കങ്ങളാണ്. ഈ കീഴ്വഴക്കങ്ങളൊന്നും അംഗീകരിക്കില്ല എന്നുള്ള നിലപാടാണ് ഗവർണർ കൈക്കൊണ്ടത്. ആ നിലപാടിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇടതുപക്ഷം TVKക്ക് വിജയിന് പിന്തുണ പ്രഖ്യാപിച്ചത്. ആ പിന്തുണയിൽ ഒരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വിലപേശലിന്റെ തലം ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം ഇടതുപക്ഷം പരസ്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി പദം തന്നെ വേണ്ടെന്ന് വെച്ച ഒരു പ്രസ്ഥാനം എന്തെങ്കിലും തരത്തിൽ വിലപേശിക്കൊണ്ട് തങ്ങളുടെ പിന്തുണ നൽകുമെന്ന് ആരും
ധരിക്കുകയും വേണ്ട. എന്തായാലും തമിഴ്നാട്ടിലെ അനിശ്ചിതത്വം നീങ്ങി, ഇനി കേരളത്തിലെ അനിശ്ചിതത്വം കൂടി നീങ്ങട്ടെ എന്ന് നമുക്ക് ആശിക്കാം, പ്രത്യാശിക്കാം. TVKയുടെ നേതാവിന് വിജയിക്ക് എല്ലാവിധ ഭാഗങ്ങളും ആശംസകളും നേരുന്നു. അദ്ദേഹം നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ.